ശബരിമല സ്വർണ്ണപ്പാളിയിലെ യൂത്ത് കോൺഗ്രസ് മാർച്ച്. സന്ദീപ് വാര്യർക്ക് ജാമ്യമില്ല. ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ ദേവസ്വം ബോർഡ് പത്തനംതിട്ട ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിലെ സംഘർഷത്തെ തുടർന്ന് റിമാൻഡിലായ കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർക്ക് ജാമ്യമില്ല. ജാമ്യാപേക്ഷ പത്തനംതിട്ട CJM കോടതി തള്ളി. കേസിൽ സന്ദീപ് വാര്യർ ഉൾപ്പെടെ 17 കോൺഗ്രസ് പ്രവർത്തകർ കൊട്ടാരക്കര സബ് ജയിലിലാണ്. സന്ദീപ് വാര്യർക്ക് പുറമെ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂടൻ, സംസ്ഥാന സെക്രട്ടറിമാരായ സാംജി ഇടിമുറി, അനീഷ് വേങ്ങാവിള, നഹാസ് പത്തനംതിട്ട ഉൾപ്പെടെ 14 യുവാക്കളും 3 വനിതാ പ്രവർത്തകരുമാണ് ജയിലിലുള്ളത്. ജയിലിലായ പ്രവർത്തകരെ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സന്ദർശിച്ചിരുന്നു. കേസിൽ 1-ാം പ്രതിയാണ് സന്ദീപ് വാര്യർ. വിജയ് ഇന്ദുചൂടനാണ് 2-ാം പ്രതി. സന്ദീപ് വാര്യരുടെ ഉദ്ഘാടന പ്രസംഗത്തിന് പിന്നാലെ പ്രവർത്തകർ അക്രമാസക്തരാകുകയായിരുന്നു. പ്രവർത്തകരെ നിയന്ത്രിക്കാൻ ഇടറോഡിൽ പോലീസ് ബാരിക്കേഡുകൾ സ്ഥാപിച്ചിരുന്നെങ്കിലും പ്രവർത്തകരെ പോലീസിന് നിയന്ത്രിക്കാനായില്ല. ബാരിക്കേഡ് മറികടന്നവർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിന് മുന്നിലെത്തി. ഓഫീസിന് മുന്നിൽ പ്രവർത്തകർ തേങ്ങ ഉടയ്ക്കുമെന്നായിരുന്നു ആദ്യം അറിയിച്ചത്. എന്നാൽ പ്രവർത്തകർ തേങ്ങ ഓഫീസിന് നേരെ വലിച്ചെറിഞ്ഞു. തേങ്ങ തീർന്നതോടെ നിലത്ത് കിടന്ന കല്ലുകളും പ്രവർത്തകർ വലിച്ചെറിഞ്ഞു. ഇതിനിടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ചിലരെ പോലീസ് വാഹനത്തിൽ കയറ്റിയെങ്കിലും പ്രവർത്തകർ വലിയ രീതിയിൽ പ്രതിരോധം തീർത്തു. തുടർന്ന് പ്രവർത്തകരെ വാഹനത്തിന് പുറത്തിറക്കുകയായിരുന്നു. ലാത്തികൊണ്ട് പോലീസ് തന്നെ കുത്തുകയും അടിക്കുകയും ചെയ്തതായി സന്ദീപ് വാര്യർ ആരോപിച്ചിരുന്നു. അതേസമയം പത്തനംതിട്ടയിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ സമരം പ്രഹസനമായിരുന്നുവെന്നാണ് യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് നിതിൻ ശിവ പ്രതികരിച്ചത്. ശബരിമലയുടെ പേരിൽ മുതലെടുക്കാനാണ് സന്ദീപ് വാര്യർ ഉൾപ്പെടെ നേതാക്കൾ ശ്രമിച്ചതെന്നും അദ്ദേഹം ആരോപിച്ചു.